ഇന്ത്യയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ എത്തിയതോടുകൂടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷനാണ് ബ്രഹ്മയുഗം തൻ്റെ പേരിൽ കുറിച്ചിരിക്കുന്നത്. സിനിമ കാണുന്ന നിരൂപകരും പ്രേക്ഷകരും ഒരുപോലെ മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയ സിനിമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മികച്ച രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് കണ്ടുവരുന്നത്. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളുടെ ട്രെൻഡിലേക്ക് എത്താൻ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നതാണ് കമൻസായി ആക്ഷേപങ്ങളിലൂടെ ബ്രഹ്മയുഗം എന്ന സിനിമയെ പരിഹസിക്കുന്നവർ ഉയർത്തി കാണിക്കുന്നത്. അങ്ങനെയുള്ള ക്രിമികടിയുള്ള ആളുകളോടാണ് ഇനി പറയാനുള്ളത്, നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം. 30 ദിവസം മാത്രമാണ് മമ്മൂക്കി ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. കൊടുമൺ പോറ്റിയും അതുപോലെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഉള്ളിടത്തോളം കാലം പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും. അത്തരത്തിലുള്ള ക്ലാസ് മൂവിയാണ് ചിത്രം. 72 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് മമ്മൂക്കക്ക്. ഇന്ന് മലയാള സിനിമയിൽ ഉള്ള സൂപ്പർ സ്റ്റാറുകളിൽ ആർക്കൊക്കെ ഫുൾ ലെങ്ത് ഒരു സിനിമയിൽ ഷർട്ട് ഇടാതെ അഭിനയിക്കാൻ സാധിക്കില്ല. കാരണം ശരീരമാണ് തൻ്റെ പണിയായുധമെന്ന് വിശ്വസിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന നായകനാണ് മമ്മൂക്ക. ഇത് ആള് വേറെയാണ്, രാക്ഷസ നടികൻ. നിങ്ങൾ പറയപ്പെടുന്ന പ്രേമലുവിൻ്റെയും മഞ്ഞുമൽ ബോയ്സ് നേടാൻ പോകുന്ന കളക്ഷനൊന്നും കണ്ടിട്ട് ബ്രഹ്മയുഗം എന്ന സിനിമയെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. ഇത് പക്ക ഓഫ് ബീറ്റ് മൂവിയാണ്, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ ഒരു സിനിമയാണ് 50 CR 2 ദിവസം കൊണ്ട് ഇടം പിടിക്കാൻ വേണ്ടി പോകുന്നത്. 3 വർഷത്തോളമായി മമ്മൂക്ക ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സിനിമ ചെയ്തിട്ട് ഇനി എന്തായാലും മമ്മൂക്കയുടെ 2 എൻ്റർടൈൻമെൻറ്റ് സിനിമകളാണ് വരാനുള്ളത്, ബസൂക്കയും അതുപോലെ ടർബോയും. ആ ഒരു സിനിമകൾ വരുന്ന സമയത്ത് ഇപ്പോൾ ആക്ഷേപിച്ച ആളുകളെ ഇവിടെ തന്നെ കാണണം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, 2024 4 സിനിമകൾക്കാണ് തിയേറ്ററിൽ നിന്നും വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അബ്രഹാം മോസ്ലർ, മമ്മൂക്ക ചിത്രമായ ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു. ഇതിൽ 2 സിനിമകൾ മമ്മൂക്ക ഭാഗമായ സിനിമകളാണെന്നും കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇനി ഒരു കാര്യം കൂടെ പറയാം, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ താരത്തിന് 2 വർഷത്തിനിടയിൽ മമ്മൂക്ക ചെയ്ത് പരീക്ഷിക്കപ്പെട്ട ചിത്രങ്ങൾ അതുപോലെ ചെയ്യാനും തിയേറ്റർ വിജയിപ്പിക്കാനും സാധിക്കുമോ?